ഏവർക്കും KBFC ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മത്സരം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC നോർത്ത് ഈസ്റ്റ് FC മത്സരം ഇപ്പോൾ സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത്. ആദ്യ ഹാഫിൽ 1-0 ലീഡ് കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സെൻട്രൽ ബാക്കായ ഫാലുവിൻ്റെ ഒരു ബൈസൈക്കിൾ ഷോട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC താരമായ ആൻഡ്രേ റോഡ്രിഗസിൻ്റെ കാലുകളിൽ തട്ടി അത് ഗോളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഓൺ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC മുന്നിട്ട് നിന്നെങ്കിലും അവസാന നിമിഷം അവരുടെ ഒരു കൗണ്ടർ അറ്റാക്ക് തടയുവാൻ വേണ്ടി അർഷി വെളിയിലേക്ക് വന്ന് സേവ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ഒരു ലോങ് റേഞ്ചർ അടിക്കുകയും അത് ക്രോസ് ബാറിൽ അടിച്ച് തെറിക്കുമ്പോൾ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഡിഫൻസ് ഒന്ന് സ്റ്റക്കാവുന്ന സമയം കൊണ്ട് ലാലിയൻ സുവാല എന്ന് പറയുന്ന അവരുടെ ഫോർവേഡ് സബ്ബായിട്ട് വന്ന ഫോർവേഡ് ഗോൾ അടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് സമനില വൈകേണ്ടി വന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഒരുപക്ഷെ കളി വിജയിക്കാമായിരുന്നു. ഒരു 22 മിനിറ്റ് വരെ കോച്ചിൻ്റെ പ്ലാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC താരങ്ങൾ നടപ്പിലാക്കിയിരുന്നു. ഒരുപക്ഷെ കരീം ബെനാറഫിനെ പോലുള്ള താരങ്ങൾ സബ് ചെയ്തത് കൊണ്ടായിരിക്കാം ഈ സമനില വൈകേണ്ടി വന്നത്. ആ മിഡിലെ കൺട്രോളെല്ലാം പോയതായിരിക്കും. അവസാന നിമിഷങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോളടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ ഫലം കണ്ടില്ല. പക്ഷേ ആ ഗോൾ ദാനിഷിന് ക്ലിയർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ദാനിഷ് അത് നോക്കിക്കൊണ്ട് ഇരിക്കുക മാത്രമാണ് ചെയ്തത്. അതുപോലെ തന്നെ കെമിയോക്കിന് നല്ലൊരു അവസരം കിട്ടിയെന്ന്, എന്നാൽ അതും ഗോളാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുപോലെ തന്നെ ഗൈസ്, നമ്മൾ മാച്ച് ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ തവണ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. 4 തവണ നമുക്ക് പുതിയ ലിങ്ക് ഇടേണ്ട വന്നു. അത് വേറൊന്നുമല്ല, കോപ്പിറൈറ്റ് ആയതുകൊണ്ടാണ്. എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. 411 സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ചായിരിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ട് വളരെയധികം നന്ദിയുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക.